IT കമ്പനിയുടെ പ്രതിനിധി എന്ന വ്യാജേന യുവതിയിൽ നിന്ന് 10 ലക്ഷം രൂപ തട്ടിയെടുത്ത സംഘം പിടിയിൽ. IT കമ്പനി പ്രതിനിധികളാണെന്ന് വിശ്വസിപ്പിച്ച് ഓൺലൈൻ ടാസ്കുകൾ നൽകിയ ശേഷമാണ് വെൺമണി സ്വദേശിയിൽ നിന്ന് ഏകദേശം 10 ലക്ഷം രൂപ തട്ടിയെടുത്തത്. വ്യാജ IT കമ്പനിയുടെ പ്രതിനിധി എന്ന വ്യാജേന യുവതിയിൽ നിന്നും 10 ലക്ഷം രൂപ തട്ടിയെടുത്ത സംഘം പിടിയിൽ. IT കമ്പനി പ്രതിനിധികളാണെന്ന് വിശ്വസിപ്പിച്ച ഓൺലൈൻ ടാക്സുകൾ നൽകിയ ശേഷം വെൺമണി സ്വദേശിനിയിൽ നിന്ന് ഏകദേശം 10 ലക്ഷം രൂപ തട്ടിയെടുത്ത 3-അംഗ സംഘത്തെയാണ് വെൺമണി പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇൻസ്റ്റാഗ്രാമിൽ NSE കമ്പനിയുടെ പ്രതിനിധികളാണെന്ന് അവകാശപ്പെട്ട് നൽകിയ പരസ്യം കണ്ടാണ് യുവതി പ്രതികളുമായി ബന്ധപ്പെടുന്നത്. പരസ്യത്തിലുണ്ടായിരുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് സന്ദേശമയച്ച യുവതിയെ പിന്നീട് ടെലിഗ്രാം ഗ്രൂപ്പുകളിലേക്ക് ചേർത്തു. വിവിധ ഓൺലൈൻ ടാസ്കുകൾ നൽകി വിശ്വാസം നേടിയ ശേഷം QR കോഡുകൾ, ഫോൺ പേ, വിവിധ ബാങ്ക് അക്കൗണ്ടുകൾ എന്നിവ വഴി പലതവണ പണം കൈമാറാൻ പ്രേരിപ്പിക്കുകയായിരുന്നു. ഇതുവഴി യുവതിയിൽ നിന്ന് ഏകദേശം 10 ലക്ഷം രൂപ തട്ടിയെടുത്തതായി പോലീസ് പറഞ്ഞു. കേസിൽ കോഴിക്കോട് പാണിയങ്കര കബീറിന്റെ മകൻ തെജ്ബത്ത്, വളയനാട് മിർഫ മൻസിലിൽ മുഹമ്മദ് ഹനീഫ, ഒളവണ്ണ MG നഗറിൽ മുഹമ്മദ് ഫാസിൽ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. വെൺമണി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ SHO രാജേഷ് P യുടെ നേതൃത്വത്തിൽ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ബിജു, സിവിൽ പോലീസ് ഓഫീസർമാരായ വിജേഷ്, വിശാഖ് തമ്പി എന്നിവരടങ്ങിയ അന്വേഷണ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. ചെങ്ങന്നൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. തട്ടിപ്പിലൂടെ ലഭിക്കുന്ന പണം ഉപയോഗിച്ച് വിദേശ രാജ്യങ്ങളടക്കം സന്ദർശിച്ച ആഡംബര ജീവിതം നയിക്കുന്നതാണ് പ്രതികളുടെ രീതിയെന്നും സംഘത്തിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് കണ്ടെത്തുന്നതിനായി പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ അന്വേഷണം നടത്തുമെന്നും പോലീസ് അറിയിച്ചു.